തമിഴ്നാട് മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി അബൂബക്കർ സാഹിബ് നമ്മളോടൊപ്പം സന്നിഹിതരായിട്ടുണ്ട്. അദ്ദേഹത്തിന് ട്രെയിനിൽ പോകേണ്ടതിനാൽ വളരെ കുറഞ്ഞ സമയം നമ്മളോട് സംസാരിക്കുന്നു. I invite Mr. Abubakar Sahib to deliver his very short speech within 5 minutes. Assalamu alaikum warahmatullahi ta'ala barakatuhu. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. அளவற்ற அருளாளனும் நிகரற்ற எல்லாம் வல்லோனுமாகிய அல்லாஹ்வினுடைய திருப்பெயரால் என்னுடைய வார்த்தைகளை துவங்குகின்றேன். சலவாத்தும் சலாமும் நம் உயிரினிய தலைவர் முகமது முஸ்தபா அஹமது முஜ்தபா ரசூல் அக்ரம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் மீதும் அவர்களுடைய உத்தம குடும்பத்தார்கள் சஹாபா பெருமக்கள் அனைவர்கள் மீதும் என்றென்றும் உண்டாவதாக. இந்திய இஸ்லாமியர்களின் தாய் திருச்சபை இந்திய யூனியன் முஸ்லீம் லீக் பேரியக்கத்தினுடைய வரலாற்று சிறப்புக்குரிய மஞ்சேரி இந்த மாவட்டத்தினுடைய மாநாட்டுக்கு தலைமையேற்றிருக்கக்கூடிய மாவட்ட தலைவர் சையது சாதிக் அலி சிஹாபு தங்கள் அவர்களே, பாணக்காட்டிலே பிறந்து இந்தியா முழுவதற்கும் ஞானக்கடலை தந்து கொண்டிருக்கக்கூடிய சையது ஹைதர் அலி சிஹாப் தங்கள் அவர்களே, இந்திய யூனியன் முஸ்லீம் லீக் பேரியக்கத்தினுடைய தேசிய தலைவர், சமுதாயத்தினுடைய அளப்பெரிய காரியங்களிலே தன்னை முழுமையாக எடுத்துக் கொண்டிருக்கக்கூடிய மாண்புமிகு இ அகமது சாஹிப் அவர்களே, கேரளாவினுடைய சிங்கக்குட்டி எங்கள் அருமை குட்டி குஞ்சாலி குட்டி சாஹிப் அவர்களே, கேரள மாநிலத்தினுடைய பொதுச் செயலாளர்கள் அருமை ஈட்டி பஷீர் சாஹிப் அவர்களே, KPA மஜீத் சாஹிப் அவர்களே மற்றும் முஸ்லீம் லீக்கினுடைய நேதாக்களே, நான் இங்கே வந்து சமஸ்கரிக்க வரவில்லை, உங்களை எல்லாம் பார்க்க வேண்டும், உங்களுடைய துஆக்களை பெற வேண்டும் என்ற அடிப்படையிலே வந்திருக்கின்றோம். இந்திய யூனியன் முஸ்லீம் லீக்கினுடைய 65வது நிறுவன தின விழாவினுடைய பொதுக்கூட்டங்கள் தமிழ்நாட்டிலே 2000க்கும் மேற்பட்ட இடங்களிலே கொடியேற்று விழாக்கள் நடந்தன. அதே போல கேரளாவிலே இன்று கடல் போடு கூடியிருக்கக்கூடிய இந்த பெருமக்களுடைய வாழ்த்துக்களை நாங்கள் பெறுகின்றோம். எல்லாம் வல்ல இறைவனுடைய பேரருளால் இந்திய யூனியன் முஸ்லீம் லீக் இங்கே இருக்கும் வரை இந்திய திருநாட்டிலே முஸ்லீம்கள் மானத்தோடும் மரியாதையோடும் இஸ்ஸத்தோடும் வாழ்வார்கள். அதற்கு கேரள மாநிலம்தான் வழிகாட்டுதல். வளமான வாய்ப்புக்கு நன்றி கூறி அமைகின்றேன். நன்றி, வசலாம். അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ജനാബ് ഇ അഹമ്മദ് സാഹിബ് അവர்களே, ആദരണീയരായ കേരള സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവர்களே, പ്രിയപ്പെട്ട വ്യവസായ IT വകുപ്പ് മന്ത്രി CP K കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവர்களே, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി T മുഹമ്മദ് ബഷീർ സാഹിബ്, KPA മജീദ് സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് സാഹിബ്, വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള മന്ത്രിമാർ, MLAമാർ, മറ്റു ജനപ്രതിനിധികൾ, മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ, പ്രിയപ്പെട്ട ഇവിടെ കൂടിയ ഗ്രീൻ കാർഡ് വോളണ്ടിയർമാർ, മറ്റ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന് ഈ ജില്ലയിലെ മുസ്ലിം ലീഗ് അണികളെ ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ജാലിയൻ വാലാബാഗിൽ പണ്ട് ആളുകളെ കുടുക്കിയിട്ടതുപോലെ ഇവിടെ ഈ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിങ്ങളെ കുടുക്കിയിടേണ്ടി വന്നത്. ഇനി മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനം നടത്തണമെങ്കിൽ ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും നമ്മൾ സ്ഥലം കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ ആദരണീയരായ നേതാക്കളൊക്കെ നമ്മളോട് സംസാരിക്കാനിരിക്കുന്നു. മാത്രവുമല്ല, വളരെ നേരത്തെ തന്നെ ഇവിടെ വന്ന് ഈ സമ്മേളനം വീക്ഷിക്കുന്നതിന് വേണ്ടിയും കേൾക്കുന്നതിന് വേണ്ടിയും ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളുടെ ക്ഷമ കൂടുതലായി പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിലും അതുപോലെ തന്നെ അബൂബക്കർ സാഹിബിൻ്റെ പ്രസംഗത്തിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് ആത്മാഭിമാനവും സുരക്ഷിതത്വ ബോധവുമുള്ള ഒരു സമൂഹമായി മലപ്പുറം ജില്ലയിലെ ജനസമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ
ഏറെ പ്രയത്നിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത്. സംശുദ്ധ രാഷ്ട്രീയം, സുരക്ഷിത സമൂഹം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ 21 മുതൽ തുടങ്ങിയ നമ്മുടെ സമ്മേളനം, അതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി സമ്മേളനം, യുവജന സമ്മേളനം, വനിതാ സമ്മേളനം, പ്രവാസി സമ്മേളനം, തൊഴിലാളി സമ്മേളനം, ചരിത്ര സെമിനാർ, തീരദേശ സമ്മേളനം തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും സ്പർശിക്കുന്ന തരത്തിൽ നമ്മുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കുകയും അതിൻ്റെയൊക്കെ പരിസമാപ്തിയായി 25,000-ഓളം നമ്മുടെ യുവ സഹോദരന്മാർ അണിനിരന്ന ഗ്രീൻ കാർഡ് പരേഡ് അത് പൂർത്തീകരിക്കാനാവാതെ നമുക്കത് അവസാനിപ്പിക്കേണ്ടിയും വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് ഒരു മാതൃകാ ആസ്ഥാനമായി നമ്മുടെ മലപ്പുറം ജില്ല മാറിയിരിക്കുകയാണല്ലോ. 1969 രൂപീകൃതമായ നമ്മുടെ ജില്ല 43 വർഷക്കാലത്തിൻ്റെ അതിൻ്റെ വളർച്ചയിൽ മുന്നേറുമ്പോൾ ഇന്ന് ലോകതലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രദേശമായി നമ്മുടെ ജില്ല മാറിയിരിക്കുകയാണ്. സാക്ഷരത കൊണ്ടും വിദ്യാഭ്യാസ മികവ് കൊണ്ടും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ മുന്നേറ്റം കൊണ്ടും അതുപോലെ തന്നെ അടിസ്ഥാന വികസനത്തിന് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുന്നേറിയ ജില്ല എന്നുള്ള നിലക്കും നമ്മുടെ ജില്ല ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ജില്ലയുടെ ആ മുന്നേറ്റത്തിൻ്റെ പിന്നിൽ നമ്മെ സഹായിച്ചത് മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങൾക്ക് പിന്നിൽ നമ്മൾ അണിനിരന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് അവരുടെ മോചനത്തിന് വേണ്ടി രൂപീകൃതമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഖായിദ് മില്ലത്തിൻ്റെ മഹനീയമായ നമ്മുടെ അസ്തിത്വത്തിൻ്റെ, നമ്മുടെ ആത്മാഭിമാനത്തോടെയുള്ള അസ്തിത്വം കാത്തു സൂക്ഷിക്കുവാൻ അതിനുവേണ്ടി രൂപീകൃതമായ ഈ പ്രസ്ഥാനത്തിന് അതിന് ജീവൻ പകർന്ന ഒരു പ്രദേശമാണല്ലോ ഏറനാടിൻ്റെയും വെള്ളുവനാടിൻ്റെയും പശ്ചാത്തലങ്ങളിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ പരന്നു കിടക്കുന്ന നമ്മുടെ ഈ ജില്ല കാഴ്ചവെച്ചത്. ഖായിദ് മില്ലത്തിൻ്റെ സന്ദേശം സ്വീകരിച്ചതുകൊണ്ട് ഒരിക്കലും ഈ ജില്ല ഒരു കുട്ടി പാകിസ്ഥാനായി മാറിയില്ല. പലരും അങ്ങനെ ആരോപിച്ചിരുന്നു. മറിച്ച് ഇന്ന് ലോകത്ത് ഏറ്റവുമേറെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു രാജ്യം, ഒരു പ്രദേശം അതേത് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. മലബാറിൻ്റെ പ്രമുഖ ദേശമായ ഈ മലപ്പുറം ജില്ലയാണ് ലോകത്ത് ഏറ്റവുമേറെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ വിളനിലമായി ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചാൽ അവിടെ സമാധാനമുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് മലപ്പുറം ജില്ല കാഴ്ചവെക്കുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറയുവാനുള്ളത് മുസ്ലിം ലീഗ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും രാഷ്ട്രീയമാണ് ഇന്ത്യക്ക് എന്നാണ് നമുക്ക് നമ്മുടെ രാജ്യത്തോട് അഭിമാനത്തോടെ ഇന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന പരമാർത്ഥം. ഇന്ന് രാജ്യത്തിന് മാതൃകയായ ഈ മഹനീയമായ രാഷ്ട്രീയ ശക്തി, അതിൻ്റെ ഇച്ഛാശക്തി വളർത്തിയെടുക്കുന്നതിൽ അതിനുവേണ്ടി സഹകരിച്ച ലക്ഷോപലക്ഷം നാട്ടുകാർ, നമ്മുടെ മലപ്പുറം ജില്ലക്കാർ, അവർക്ക് ഒരു വിധത്തിലുള്ള ഇച്ഛാഭംഗവുമില്ലാതെയാണെന്ന് ജീവിക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ജില്ല ഇല്ലായ്മയായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജില്ലയുടെ പര്യായമെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ മുന്നേറ്റമാണ് നമ്മുടെ ജില്ലയുടെ പര്യായമായി ലോക സമൂഹത്തിന് മുമ്പിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. അമേരിക്കയിൽ പോയാൽ, ഓസ്ട്രേലിയയിൽ പോയാൽ, ജപ്പാനിൽ പോയാൽ, ചൈനയിൽ പോയാൽ, ലോകത്ത് ഏത് രാജ്യങ്ങളിൽ വിദ്യാഭ്യാസപരമായ മുന്നേറ്റമുണ്ടോ അവിടങ്ങളിലൊക്കെ പോയാൽ അവിടെയൊക്കെ വിദ്യാഭ്യാസം അന്വേഷിച്ചു ചെല്ലുന്ന മലപ്പുറം ജില്ലയിലെ യുവതലമുറയെ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തെവിടെയും തൊഴിലന്വേഷകരായി നമ്മുടെ ജില്ലയിലെ യോഗ്യരായ നമ്മുടെ യുവാക്കളെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഈ തലത്തിലേക്ക് ജില്ലയുടെ ഒരു പ്രതീകമായി വിദ്യാഭ്യാസ മുന്നേറ്റത്തെ മാറ്റിയെടുക്കുവാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായ ഇച്ഛാശക്തി കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു പരമാർത്ഥമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലുള്ള മുന്നേറ്റം ഒരു സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണല്ലോ. ആ മുന്നേറ്റത്തെ അതിനുവേണ്ടി പ്രയത്നിച്ച ലക്ഷോപലക്ഷം ആളുകൾ നമുക്ക് ഈ മഹാപ്രസ്ഥാനത്തെ നമ്മുടെ ഇളം തലമുറകളിലേക്ക് വരും തലമുറകളിലേക്ക് ഇതിനെ സമർപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് ശക്തമായി
ഈ ഹരിത സംഘടിത ശക്തിയുടെ പിന്നിൽ അണിനിരന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. വഹ്റുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Freedom to speak.